തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. 13-ാം തീയതി ജനങ്ങൾ വിധി പറയും. തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് ഭരിക്കുമെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. രണ്ടാം സ്ഥാനത്തിലേക്ക് ആരായിരിക്കും? കോൺഗ്രസ് വരണമെന്നാണ് നമ്മളെ ഒന്നും ആഗ്രഹിക്കുന്ന LDF തന്നെയാണ്. പിന്നെ അത് തന്നെയാണ് വിശ്വാസം. LDF. രണ്ടാം സ്ഥാനത്തിലേക്ക് ആര് വരുന്നതാണ് കോൺഗ്രസ്. അഭിപ്രായം പറയാനായിട്ട് അതായത് ഇപ്പോൾ നിലവിൽ ഇനി ആരായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം ടൈറ്റ് കോമ്പറ്റീഷനാണ് ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം കോർപ്പറേഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണെന്നുള്ളത് ജനങ്ങൾ എങ്ങനെയാണ് വിധി എഴുതിയിരിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം നമുക്കൊരു പർട്ടിക്കുലർ ഒരു പാർട്ടി നമുക്കിപ്പം പറയാനായിട്ട് പറ്റത്തില്ല ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ എന്നാലും എങ്ങനെയാണെന്നുള്ളത് ജനങ്ങൾ എന്താണ് വിധി എഴുതിയിരിക്കുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാം. കാരണം മുന്നേക്കാണെങ്കിൽ നമുക്ക് പ്രഡിക്ഷനിൽ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നിലവിൽ നമുക്കത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാനിപ്പോൾ അതിനുള്ളൊരു അഭിപ്രായം പറയാം. BJP രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം എങ്ങനെയാണ് സ്ഥാനം ഇനി മാറോ എങ്ങനെയാണെന്ന്? മേ ബി അത് എനിക്ക് തോന്നുന്നു ഒരു 50-50 ചാൻസ് ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. മേ ബി LDF ആയിരിക്കാം, അല്ലെങ്കിൽ BJP, അല്ലെങ്കിൽ UDF. അത് 50-50 ചാൻസ് ആണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ജനങ്ങളുടെ ഒരു ഇതനുസരിച്ച് പ്രഡിക്ഷനിൽ അങ്ങനെയാണ് നമ്മളിപ്പോൾ ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നോർമലി നമുക്ക് ഇപ്പോഴത്തെ ഒരു നിലവിലത്തെ സാഹചര്യം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം ഞാനിപ്പോൾ പറഞ്ഞു. കാരണം നമുക്ക് മുന്നേക്കാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പം നമ്മുടെ ഇത് ഭരിക്കാൻ ആർക്കാണ് ഇപ്പോൾ നല്ല രീതിയിൽ ഭരിക്കാൻ പറ്റുന്നത് നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. അത്രയും താങ്ക് യു. ഒരു മാറ്റവും രണ്ടാം സ്ഥാനത്തേക്ക് ആര് വരും? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമല്ലേ? ഇപ്പോൾ റിസൾട്ടിനായി കാത്തിരിക്കല്ലേ ജനങ്ങൾ? ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആരാണ് ഭരിക്കുക എന്നുള്ള ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് കൺഫേം പറയാൻ പറ്റൂല. മിക്കവാറും എൻ്റെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഒന്നാം BJP അല്ലേ കമ്മ്യൂണിസ്റ്റ്. രണ്ടാം സ്ഥാനത്തേക്ക് ആരായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ? രണ്ടാം സ്ഥാനത്തേക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാൻ രണ്ട് മുന്നണികളെ ഞാൻ ഇത് ഫസ്റ്റ് ഇതിൽ തന്നെ വെച്ചേക്കുന്നത്. കോൺഗ്രസ് ആയിരിക്കും. രണ്ടാം സ്ഥാനത്തേക്ക് ആരായിരിക്കും വരുന്നൊരു അഭിപ്രായം? തീർത്ത് പറയാൻ പറ്റുന്നു. LDF ആയിരിക്കും. രണ്ടാം സ്ഥാനം ആരായിരിക്കും? കോൺഗ്രസ് ആയിരിക്കും. BJP ഭരിക്കണം എന്ന് തന്നെയാണ് ഒരാഗ്രഹം. BJP വരുന്നതാണോ? രണ്ടാം സ്ഥാനം ആരായിരിക്കും പ്രതീക്ഷ? രണ്ടാമത് ആരായാലും കുഴപ്പമില്ല. ഫസ്റ്റ് രണ്ടാമത് BJP തന്നെ വരണം. ശരി, താങ്ക് യു. എന്താ സംശയം? നല്ല ഭരണം കാഴ്ചവെച്ച വീണ്ടും ഇപ്പം നിലവിലുള്ള ഭരണം തന്നെ തിരിച്ചു വരും. LDF തന്നെ തിരിച്ചു വരും. രണ്ടാം സ്ഥാനത്ത് ആരായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? അത് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ കാര്യം എനിക്കറിയത്തില്ല. ഞാനിവിടെ ഉള്ളതല്ലേ. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യമില്ല. എന്നാലും ഒരു അഭിപ്രായം ഭരിക്കാൻ LDF. ഞാൻ LDFൻ്റെ പക്ഷത്താണ്. അപ്പം ഞാൻ എന്തായാലും ഉറപ്പായിട്ട് എൻ്റെ പാർട്ടിയുടെ തോന്നും. രണ്ടാം സ്ഥാനം ആരായിരിക്കും? സ്ഥാനം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളൊക്കെ. പ്രവർത്തനം എങ്ങനെ ഇരിക്കും അതുപോലെ. ആര് ചോദിച്ചാലും നമുക്ക് പ്രത്യേകിച്ച് ഉപകാരം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഇതിനോട് താല്പര്യമില്ല. ഇലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനോട് താല്പര്യമുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ വ്യവസ്ഥയോട് താല്പര്യമില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ വോട്ട് ചെയ്തില്ല. എനിക്ക് നാട്ടിലാണ് വോട്ട്. ഞാൻ ഇവിടെ അല്ല വോട്ട് ചെയ്യുന്നത്. ഞാൻ ഇടുക്കിയിലാണ് വോട്ട് ചെയ്യുന്നത്. അപ്പം ഈ പ്രാവശ്യം പോയിട്ടില്ല, വോട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. ഇതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണോ അതോ? താല്പര്യമില്ലാത്തതുകൊണ്ടല്ല. ഇലക്ഷൻ നമ്മളൊരു സിറ്റിസൺ നിലയിൽ ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു പൗരാവകാശമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥയോട് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ പ്രാവശ്യം വോട്ട് ചെയ്തിട്ടില്ല. എല്ലാ വർഷവും ഞാൻ വോട്ട് ചെയ്യുന്നതാണ്, പക്ഷേ ഈ വർഷം പോയില്ല. വോട്ട് ചെയ്യാൻ വേണ്ടി പോയില്ല. പോകാൻ മനസ്സ് അനുവദിച്ചില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. മാറി വരുന്ന ഓരോ ഇസങ്ങളുണ്ടല്ലോ, ആ ഇസങ്ങളോട് നമുക്ക് താല്പര്യക്കുറവ് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ പിന്മാറും. അല്ലാതെ ഇലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനോട് തന്നെ ഒരു പൗരനെന്ന നിലയ്ക്ക് നമ്മുടെ അവകാശങ്ങൾ ഏറ്റവും കൂടുതൽ വിനിയോഗിക്കുന്നത് നമ്മളൊരു ഇലക്ഷനിലൂടെയാണ്. അതിന് ആ ഒരു സമയത്ത് മാത്രമേ വിലയുള്ളൂ, പിന്നെ അങ്ങോട്ട് വിലയൊന്നുമില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം വോട്ട് ചെയ്തില്ല. പിന്നെ ഇവിടെയുള്ള ഇതിനെപ്പറ്റി എനിക്ക് ഈ കോർപ്പറേഷനിലെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി എനിക്ക് ഡീപ്പായിട്ട് അത്ര അവബോധമില്ല. ഞാൻ ഇടുക്കിയിലാണ് വോട്ട് ചെയ്യുന്നത്. ഈ പ്രാവശ്യം പോയിട്ടില്ല, ഇടുക്കിയിൽ വോട്ട് ചെയ്യാൻ പോയില്ല. അവിടെ കൂടുതൽ മിക്കവാറും
LDF തന്നെ വരാനാണ് കൂടുതലും സാധ്യത. ഞങ്ങളുടെ അവിടെ ഏറ്റവും കൂടുതൽ LDF വരാനാണ് സാധ്യത. ഇടുക്കിയിലെ കാര്യമാണ് പറയുന്നത്. ഇടുക്കിയിൽ 13. 13ആണ്. 13 അവിടെയാണ് പറയുന്നത്. LDF വരാനാണ് സാധ്യത. കാരണം അവിടെ ഏറ്റവും കൂടുതൽ അനുഭാവികളുള്ളത് തന്നെയാണ്. ഇവിടെയും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. ഞാൻ കൂടുതലും ഇവിടെ പരിചയമുള്ള ആൾക്കാരും കൂടുതലും അങ്ങോട്ടേക്ക് ചായവുള്ള ആൾക്കാരാണ്. LDF 37%, 67-ൽ 37% LDF-നാണ്. രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നത് കോൺഗ്രസ്. BJPക്ക് രക്ഷയില്ല. കുറച്ചു കാലം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നാണോ? പെടും, കുറച്ചു കാലമൊക്കെ പെടും. ആവുമ്പോഴേ BJPക്ക് ഇപ്പൊ പെട്ടെന്ന് പറയാൻ പറ്റില്ല. വോട്ട് കിട്ടി ജയിക്കുന്ന ആള് ജയിക്കും, ഭരിക്കും. അത്രേ ഉള്ളൂ. അത് ആളുകളുടെ ഭൂരിഭാഗം നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ റിസൾട്ട് വരണവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതുവരെയുള്ള ഒരു വാർത്തയ്ക്ക് അനുസരിച്ച് എത്ര ഒരു പ്രതീക്ഷ കാണിക്കും ഇന്ന ആൾ ജയിക്കും എന്നുള്ളത്? അതെനിക്കറിയില്ല. ആര് ഭരിക്കുമെന്ന് വെച്ചാൽ ഇടതുപക്ഷം തന്നെ മിക്കവാറും വരും എന്നാണ് തോന്നുന്നത്. രണ്ടാം സ്ഥാനത്തേക്ക് ആരാണ് വരുന്നത്? രണ്ടാം സ്ഥാനത്തേക്ക് UDF വരും. അങ്ങനെയാണ് അതിൻ്റെ ട്രെൻഡ്. അങ്ങനെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിട്ടുള്ളതുകൊണ്ട് കഴിഞ്ഞ വർഷം അങ്ങനെ അവർ പ്രൂവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ പുറത്തിറക്കിയിട്ടുള്ളതുകൊണ്ട് ചാൻസസ് ഉണ്ട്. ഇടതുപക്ഷത്തിന് ചാൻസസ് ഉണ്ട്. രണ്ടാം സ്ഥാനത്തേക്ക് ആരായിരിക്കും എന്നുള്ളത്? UDF ആയിരിക്കും തോന്നുന്നു. BJP ആയിരിക്കും. രണ്ടാം സ്ഥാനത്തേക്ക് ആരായിരിക്കും എന്നുള്ള പ്രതീക്ഷ എന്തെങ്കിലും ഉണ്ടോ? CPM കുഴപ്പമില്ല. മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് അങ്ങനെ പോകും. അതാണ് അങ്ങനെയാണ് തോന്നുന്നത്. അതായത് പ്രചരണം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു BJP ആയിരിക്കും. രണ്ടാം സ്ഥാനത്തേക്ക് ആരായിരിക്കും? CPM ആയിരിക്കും. പൂർണ്ണ വിശ്വാസമാണ്. എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടുത്തെ ഒരു ആളുകളുടെ ഒരു വർത്തമാനവും അതുപോലെ തന്നെ പോളിംഗ് സ്റ്റേഷനിലെ ഒരു രീതിയൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. എൻ്റെ തോന്നൽ പൊതുവെ അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. കോടതിയിലും എല്ലായിടത്തും അങ്ങനെ പറയുന്നു. അങ്ങനെയാണ് എല്ലാവരുടെയും ഒരു വർത്തമാനം അങ്ങനെയാണ്. BJP ആകാം എന്ന് മുൻതൂക്കം കിട്ടാം എന്ന് പറയുന്നു. എന്തായാലും CPM-ഉം BJP ഇപ്പൊ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആണെങ്കിൽ CPM, പക്ഷെ അങ്ങനെ അറിയത്തില്ല. എങ്കിലും കൂടുതൽ ചാൻസ് ഓരോരുത്തരും പറയുന്നത് BJPക്ക് ഉണ്ട്. അതല്ലെങ്കിൽ രണ്ടാമത്തെ സ്ഥാനം ഒന്നുകിൽ BJP-യോ CPM-ഓ അതിലേതെങ്കിലും വരുള്ളൂ. കോൺഗ്രസിന്റെ സ്ഥാനം വളരെ പുറകിലാണെന്നാണ് എല്ലാവരുടെയും ഒരു വിലയിരുത്തൽ. ജനങ്ങളുടെ ചായ്വ് LDF-നോടൊപ്പമാണ്. BJPക്ക് രണ്ടാം സ്ഥാനത്തേക്കോ മൂന്നാം സ്ഥാനത്തേക്കോ പിന്തള്ളപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. എന്തായാലും ജനവിധി വരും വരെ നമുക്ക് കാത്തിരിക്കാം. ക്യാമറാമാൻ വിനീതിനോടൊപ്പം റിപ്പോർട്ടർ ആർദ്ര, 140 ന്യൂസ്.